സർക്കാരിന്റെ ശൈലിയല്ല തിരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമെന്ന് CPM. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമപ്രവർത്തനങ്ങളിൽ നേരിട്ട കാലതാമസമാണ് പരാജയത്തിന് പ്രധാന കാരണമെന്നാണ് CPM സംസ്ഥാന സമിതി യോഗം വിലയിരുത്തുന്നത്. ഇടതുപക്ഷ ശക്തികളുടെ ആശയ പ്രചരണം ശക്തിപ്പെടുത്താൻ സാധിക്കേണ്ടതുണ്ട്. യുവജന വിദ്യാർത്ഥി മേഖലയിലും നല്ല രീതിയിലുള്ള പ്രവർത്തനം കാഴ്ചവെക്കാനാവണം. സർക്കാരിൻ്റെ നേട്ടങ്ങൾ ജനങ്ങൾക്കിടയിൽ നല്ലതുപോലെ പ്രചരിപ്പിക്കാൻ സാധിക്കണം. ഇതിൻ്റെ ഒപ്പം തന്നെ കേന്ദ്ര ഗവൺമെൻറ് അതിൻ്റെ നിലപാട് മാറ്റിയിട്ടില്ല. ഒരു സാമ്പത്തിക ഉപരോധം തന്നെയാണ് കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എടുത്തുകൊണ്ടിരിക്കുന്ന സമീപനം. ഇത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല. തുടർച്ചയായി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ അണിനിരത്തി അതിശക്തിയായ ജനകീയ മുന്നേറ്റം കേരളത്തോട് കാണിക്കുന്ന ഈ ഫെഡറൽ സംവിധാനത്തെ തകർക്കുന്ന, മതനിരപേക്ഷ ഉള്ളടക്കത്തെ വിലവെക്കാത്ത, ജനാധിപത്യപരമായ രീതിയിൽ കൈകാര്യം ചെയ്യേണ്ടുന്ന സാമ്പത്തിക സംവിധാനത്തെ മാറ്റി ഫെഡറലിസം തന്നെ അംഗീകരിക്കാത്ത നിലപാട് സ്വീകരിക്കുന്ന ഇവർക്കെതിരായി അതിശക്തിയായ ഒരു ജനകീയ മുന്നേറ്റം കേന്ദ്ര സർക്കാരിനെതിരായിട്ട് സംഘടിപ്പിക്കാനാവണം. ആ രീതിയിലുള്ള പോരാട്ടവും സമരവും സംസ്ഥാന കമ്മിറ്റി ഇന്ന് അംഗീകരിക്കുകയും തുടർന്ന് പ്ലാൻ ചെയ്യാൻ ആവശ്യമായ നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ശൈലിക്കെതിരെ ജില്ലാ കമ്മിറ്റികളിൽ നിന്നടക്കം വിമർശനമുയർന്നിരുന്നു. എന്നാലും മുഖ്യമന്ത്രിയുടെ ശൈലിയല്ല പരാജയത്തിന് കാരണമെന്നാണ് വിലയിരുത്തല്. അതിനാൽ തെറ്റുതിരുത്തല് നടപടിയില് മുഖ്യമന്ത്രിയുടെ ശൈലിമാറ്റം വേണ്ടെന്നാണ് പാർട്ടി തീരുമാനം. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു. പാർട്ടിയുടെ പ്രവർത്തനത്തിന് യുവാക്കളെത്തുന്നില്ല എന്നുള്ളതും സംസ്ഥാന സമിതി യോഗത്തിൽ ഉയർന്നു. അതിനാൽ പാർട്ടി പ്രവർത്തനങ്ങളിലേക്ക് കൂടുതൽ യുവാക്കളെ ആകർഷിക്കാനുള്ള നടപടിയുണ്ടാകും. പാർട്ടിയിലേക്ക് യുവാക്കളെ ആകർഷിക്കാൻ താഴെത്തട്ടിൽ കാര്യക്ഷമമായി ഇടപെടലുണ്ടാകണമെന്നും തിരുത്തല് മാർഗരേഖയിലുണ്ട്. ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്താണ് കോവിഡ് പ്രതിസന്ധി ഉണ്ടായത്. എന്നാൽ പ്രതിസന്ധി കാലത്ത് സർക്കാരിന്റെ ഭക്ഷ്യകിറ്റ് ജനങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. എന്നാൽ രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വലിയ ഭരണനേട്ടങ്ങൾ നിരത്തി സർക്കാർ കേരളീയവും നവകേരള സദസ്സും നടത്തിയെങ്കിലും ജനം അകന്നു. വികസന നേട്ടങ്ങൾ അവതരിപ്പിച്ചുള്ള നവകേരള യാത്ര ഗുണം ചെയ്തില്ല എന്ന വിലയിരുത്തലുമുണ്ടായിട്ടുണ്ട്. നവകേരള സദസ്സും കേരളീയവും നടത്തിയിരുന്ന സമയത്ത് സാമൂഹിക ക്ഷേമ പെൻഷൻ ഉൾപ്പെടെയുള്ളവ മുടങ്ങി. ലൈഫ് മിഷനിൽ വീടുകിട്ടിയവർക്കുപോലും അത് പൂർത്തിയാക്കാൻ ഫണ്ട് കിട്ടുന്നത് വൈകി. സാധാരണക്കാർ ഏറെ ആശ്രയിക്കുന്ന സർക്കാർ ആശുപത്രികളിലെ മരുന്നുകളുൾപ്പെടെ കിട്ടാതെ ജനം വലഞ്ഞു. തുടങ്ങി നിരവധി കാരണങ്ങൾ ജനങ്ങളിൽ സർക്കാരിനോട് അമർഷമുണ്ടാക്കിയെന്നാണ് CPM വിലയിരുത്തല്. ഇത് മറികടക്കാൻ അടിസ്ഥാന പ്രശ്നങ്ങളിൽ കൂടുതൽ ശ്രദ്ധ പതിപ്പിച്ചുള്ള രീതി വേണമെന്നാണ് തെറ്റുതിരുത്തലിന്റെ ഭാഗമായി ആവശ്യപ്പെടുന്നത്. ഇത് കണക്കിലെടുത്ത് ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് സർക്കാർ പ്രഥമ പരിഗണന നൽകും. ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനു വേണ്ടി ഇടപെടണം. ആശുപത്രികളുടെയടക്കം ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനത്തിന് ഊന്നല് നൽകണമെന്നുമാണ് തിരുത്തല് നടപടികളുടെ ഭാഗമായി സ്വീകരിക്കേണ്ട നയങ്ങള്. പാർട്ടി വോട്ടുകൾ BJPയിലേക്ക് പോയിട്ടുണ്ടെന്ന വിലയിരുത്തലാണ് CPMനുള്ളത്. അതിനാൽ BJPയിലേക്ക് പോയ വോട്ടുകൾ തിരികെ കൊണ്ടുവരാനുള്ള നടപടികളെടുക്കണം. ക്ഷേത്രങ്ങളില് വർഗീയ ശക്തികൾ കടന്നുകയറിയത് തടയണം. ഇതിനായി CPM നേതാക്കൾ ക്ഷേത്രകാര്യങ്ങളിൽ കൂടുതൽ സജീവമായി ഇടപെടണം. BJP, RSS പ്രവർത്തകർ ക്ഷേത്രകാര്യങ്ങളിൽ ഇടപെടുന്നതിലൂടെ ഉണ്ടാക്കുന്ന സ്വാധീനം കുറയ്ക്കുകയാണ് ലക്ഷ്യം.